നമസ്തേ. ഡബിൾ ബാരൽ ഇന്ന് പുതിയൊരു വീഡിയോവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് സംസാരിക്കാം എന്ന്. ഏതായാലും വഖഫിന്റെ പുതിയൊരു നിയമങ്ങളും പുതിയ ഒരു ബില്ലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഒരു മാറ്റം തന്നെയാണ് രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഇത്രയും കാലമായിട്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് അതിനൊരു അവകാശമായിരുന്നു വഖഫ് ബോർഡിനെ തീരുമാനിക്കാനും അതിലേക്ക് ആരൊക്കെ വരണം എന്നുള്ള തീരുമാനമെടുക്കാനൊക്കെ. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഓശാന പാടുന്നവർക്ക് വഖഫ് ബോർഡ് മെമ്പർമാരാകാനും ആ വഖഫിന്റെ സ്വത്തുക്കൾ മുഴുവൻ അനുഭവിച്ച് അങ്ങനെ ജീവിക്കാനുമുള്ളൊരു യോഗമുണ്ടായിരുന്നു. ശരിക്കും വഖഫില് ഒരു വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരാള് ഇസ്ലാമായി ജീവിച്ച് അയാൾക്ക് അള്ളാഹുവിന്റെ ഒരു പ്രീതി കിട്ടുവാനും മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഉപകാരമാകുവാനും വേണ്ടി ഒരാള് നൽകുമ്പമാണ് അത് വഖഫ് ഭൂമിയാകാറ്. പക്ഷെ നമ്മുടെ കാലം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ 1913 ബ്രിട്ടീഷുകാരറ്റം ആണ് അതിന് മുസ്ലിം വഖഫ് വാലിഡിറ്റി ആക്ട് എന്ന് പറഞ്ഞ് ഒരു ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ അതിലൂടെ അവർക്ക് കുറെ അധികാരങ്ങൾ കിട്ടി. പിന്നെ 1954 നെഹ്റുവിന്റെ വക അതിനൊരാക്കം കൂട്ടി ഒരു പുതിയ ആക്ട് ഉണ്ടാക്കി. 1964 വീണ്ടും സെൻട്രൽ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടാക്കി. അതിലൂടെയൊക്കെയാണ് വരെ പിന്നെ മുന്നേറ്റം ഉണ്ടായത്. അത് കഴിഞ്ഞ് 1995 ഇതിനെയൊക്കെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ശക്തി കൊടുത്തുകൊണ്ട് നമ്മളെ നരസിംഹറാവു അതിനെ ഉഷാറാക്കി. അങ്ങനെയൊക്കെ ആയിട്ട് ഈ വഖഫ് ബോർഡ് വളരെ ശക്തരായ ഒരു ബോർഡായി മാറി. 1995 ശേഷമാണ് നമ്മുടെ ഭൂമി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഖഫുകാർ പറയുകയാണ് ഇത് പണ്ട് ഒരു ഇസ്ലാമിന്റെ ഭൂമിയായിരുന്നു, ഇത് ഞങ്ങളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ ഇല്ല എന്ന് തെളിയിക്കാനും അത് നമ്മളെ ഭൂമിയാണെന്ന് തെളിയിക്കാനും വേണ്ടി നമ്മുടെ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയായ കോടതിയിലേക്കായിരുന്നില്ല പോകേണ്ടത്, വഖഫ് ട്രിബ്യൂണലിലായിരുന്നു. അതൊരു അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിമാൻ പോയി ചെന്നായിയെ പറ്റി കംപ്ലൈന്റ് ചെയ്യുവാൻ ഒരു കഴുതപ്പുലിയുടെ അടുത്തേക്ക് പോകണം എന്നുള്ള തരത്തിലാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥയായ ഒരു ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അവിടെ ഒന്നും പോയി ഇതിന് എന്റെ സ്ഥലമാണ് എന്ന് തെളിയിക്കാനോ പറയുവാനോ ഉള്ള അവസരമില്ല. അതിന്റെയൊക്കെ തെളിവാണല്ലോ ഇന്ന് തമിഴ്നാട്ടില് എവിടെയാണ് തിരുച്ചെന്തുര എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കറ കണക്കിന് 56,000 ഏക്കററ്റ എന്നാ പറയുന്നത്. ആ ഏക്കർ കണക്കിലുള്ള സ്ഥലം ഇന്ന് അവിടുത്തെ പാവം തമിഴ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വിൽക്കാനോ വാങ്ങാനോ ഒന്നും സാധിക്കാതെ മേലെ നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടിലാണ്. വഖഫ് ബോർഡുകാര് നല്ല പച്ച മഷിയിൽ എവിടെയോ എഴുതി കൊടുത്തിരിക്കുകയാണ്, ഇത് ഞങ്ങളെ സ്ഥലമാണ്, ഇതില് എല്ലാ സ്ഥലവും ഞങ്ങളതാന്നാ പറഞ്ഞിട്ടുള്ളത്. അതിനാക്കം കൂട്ടുന്ന ഭരണകർത്താക്കളുമാണ് ഇന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷത്തിലാണ് അവരുള്ളത്. 1500 കൊല്ലം മുമ്പുള്ള ശിവക്ഷേത്രം വരെ ഇന്ന് വഖഫിന്റെ സ്വത്തായി മാറുമോ എന്നുള്ള സംശയത്തിലാണ്. 1500 വർഷം മുമ്പ് 1500 വർഷം മുമ്പ് മുസ്ലിം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വഖഫ് ബോർഡും ഇല്ല, മുസ്ലിമിന്റെ ഇല്ല, ആ പ്രദേശത്തില്ല. ഇന്ന് പറയുന്നു അത് പണ്ട് കാലത്ത് ഇപ്പോഴോ മുസ്ലിമിന്റെ സ്ഥലമായിരുന്നു, അത് ഞങ്ങളതാണെന്ന്. അതിനെ ആക്കം കൂട്ടുവാൻ വേണ്ടി ഇന്നത്തെ ഭരണകർത്താക്കളും വില്ലേജ് ഓഫീസറും എല്ലാവരും
വലിയ ടേപ്പുമായിട്ട് ചെന്ന് ചങ്ങലയിട്ട് വലിച്ച് പിടിച്ച് അളന്ന് നല്ല സുന്ദരമാക്കിയിട്ട് അവർക്ക് അങ്ങ് കൊടുക്കുകയും ചെയ്യും. അവിടെ തമിഴ് ന്യൂസിൽ കാണുകയുണ്ടായി. ജനൻ ന്യൂസിലായിട്ടും ഒരാൾ പറയുന്നത്, ഒരാൾ അയാളുടെ മകളുടെ കല്യാണത്തിന് സ്വത്ത് വിറ്റ് കല്യാണം നടത്തുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ എത്തിയപ്പോഴാണ് രജിസ്ട്രാർ പറയുന്നത്, ഇത് നിങ്ങളുടെ സ്ഥലമല്ല, ഇത് വഖഫ് ഭൂമിയാണ്. എന്താലോചിച്ചു നോക്കൂ. ഇന്ത്യയുടെ ഒരു പോക്ക് എങ്ങോട്ടെന്നുള്ളത് ബംഗ്ലാദേശ് ആകുകയാണോ അല്ലെ പാകിസ്ഥാൻ ആകുകയാണോ, എങ്ങോട്ടാ നമ്മൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്തിലെ മറ്റു പൗരന്മാർ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന പൗരന്മാരുടെ ഒരു ഗതി എന്താണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനൊക്കെ ഒരു ഇടുവാൻ വേണ്ടി നരേന്ദ്രമോദി ഇന്നൊരു പുതിയ ബില്ല് അവതരിപ്പിക്കുന്നു. ഒരു പുതിയ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം. നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തിന് ഒരു അഭിനന്ദനങ്ങൾ എന്ന് അർപ്പിക്കണം. അതിന് ഒരു വലിയ വിപ്ലവം തന്നെയാണ്. അത് പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡിൽ ഇനി ഒരു MP ഉണ്ടാകുമെന്നാ പറയുന്നത്. ഒരു MP അതിന് മെമ്പറാകണമെന്നാ പറയുന്നത്. സ്ത്രീകൾക്ക് അതിൽ അവകാശം കൊടുക്കും. സ്ത്രീകൾക്ക് അതിൽ മെമ്പർമാരാകാനുള്ള അവകാശം കൊടുക്കുന്നു. പിന്നെ ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ വേറെ ഏതൊക്കെയോ ഉണ്ട്, ഷിയ എന്നൊക്കെ പറഞ്ഞ് വേറെ ഏതൊക്കെയോ മുസ്ലിങ്ങളുണ്ട്. ബോറാസ്, ഗുജറാത്തിലൊക്കെ ബോറ സമുദായത്തിൽപ്പെട്ട അവർക്കൊന്നും ഇതിൽ യാതൊരു അവകാശമില്ല. അവർ വിളിക്കുന്നത് വേറെ ഒരു ദൈവത്തിനെയാണെന്നാ തോന്നുന്നത്. അവർക്കൊന്നും അങ്ങോട്ട് കയറി വന്നാൽ അവർക്കൊന്നും ഇതിൽ അവകാശമില്ല. ഇതൊരു പ്രത്യേക തരം കുറച്ച് ആൾക്കാർ അതിന്റെ മുതലാളിമാരായി എങ്ങനെ ജീവിക്കുക, അവരിങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കും, അതങ്ങനെ വിൽക്കും, അവിടെ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കും, ലക്ഷങ്ങൾ കളക്ട് ചെയ്യും, അതിങ്ങനെ ഗീശയിലിട്ട് ആർക്കാർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്നോ അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള അതിസുന്ദരമായ എല്ലാ അവകാശങ്ങളും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അതിനേതായാലും നിർത്തി. ഇപ്പോ ഒന്നും വേണ്ട, നമ്മള് ഒരു കൂട്ടപ്രാർത്ഥനയൊക്കെ ഇവർക്ക് ഉണ്ടാവാറുണ്ട്, നിസ്കാരം. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഒരു 10 കൊല്ലം ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈദ്ഗാ മൈതാനമായി മാറി. ആ മൈതാനത്തിന് വഖഫ് ഒരു അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ നാളെ ആ മൈതാനം നമ്മുടെ സർക്കാരിൻ്റെതാണെങ്കിലും അത് അവർക്ക് അവകാശപ്പെട്ടതായി മാറും. ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിന് അവകാശം ഉന്നയിച്ചില്ലേ, പക്ഷെ കോടതി അത് തള്ളി കേസ്. അതെങ്ങനെ തള്ളിയെന്നില്ല, എന്ത് നിയമത്തിന്റെ പേര് തള്ളിയെന്നില്ല മനസ്സിലാകുന്നില്ല. അത് തള്ളി, അങ്ങനെ അവരത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് ഏതൊരു 5 സ്റ്റാർ ഹോട്ടലാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ നിസ്കരിക്കുന്ന ഒരു സ്ഥലം തന്നെ പോയിട്ടുണ്ട്. ഒരു ഈദ്ഗാ മൈതാനം തന്നെ ഇന്ന് വഖഫിൻ്റെതായി മാറിയിട്ടുണ്ട്. അങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിഞ്ഞത് ഈ ചിലതൊന്നോ രണ്ടോ ഉണ്ടാവും, ബാക്കി ഒരുപാട് സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ തിരുച്ചെന്തര എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ആ സ്ഥലത്ത് ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇന്ന് വഖഫിൻ്റെതാണെന്ന് പറയപ്പെടുന്നത്. അവിടെ 1961 ജനിച്ച ഏതൊരാള്, 64 വയസ്സിന്റെ ഒരാള് പറയുന്ന ഒരു കഥ. അയാൾ പറയുന്ന അയാൾ ജനിച്ചതിന് ശേഷം അവിടെ ഒരു മുസ്ലിമിനെ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. അപ്പൊ ആ വന്ന മുസ്ലിമും ആ പള്ളികളുമാണ് പറയുന്നത് ഞങ്ങളതാണ്. അപ്പം നമ്മുടെ നാടിന് മറ്റുള്ള ഇപ്പൊ നെഹ്റു ആയാലും അവിടുന്ന് ഇങ്ങോട്ട് എല്ലാവരും ഭരിച്ചിരുന്ന എല്ലാവരും തുച്ഛമായ വോട്ടിന് വേണ്ടി രാജ്യത്തിനെ തന്നെ തീറെഴുതി അങ്ങ് കൊടുത്തു. ആലോചിച്ചു നോക്കണം. സംഘടിതമായിട്ട് നിൽക്കാത്തതിനെ കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ ഒരു ഗതികേട്. രാജ്യത്ത് നമ്മൾ വലിയ ക്ലോസിൽ ഭൂരിപക്ഷമാണെന്നൊക്കെ പറയും, പക്ഷെ ഈ ഭൂരിപക്ഷത്തിനെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിയമങ്ങളെ കൊണ്ട് നിങ്ങൾ തടയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം ഏതായാലും നരേന്ദ്രമോദി വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. പുതിയ ഒരു നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിലൂടെ ഇതിനെയൊക്കെ ഒരു തടയിടാൻ പോകുന്നു. സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്.
ഇതിന്റെ കൂടെ ഇതിലും കൂടുതൽ സന്തോഷം വരുന്ന മറ്റൊരു കാര്യവും കൂടി പെട്ടെന്ന് കൊണ്ടുവരണം, പെട്ടെന്ന് ചെയ്യണം. അത് ചെയ്യാത്തതിന്റെ കാരണം വേറെ എന്തുണ്ടാവും? കാരണം ഇനി ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ഇപ്പം ഇതേ തരത്തിൽ തന്നെ സർക്കാരാണ് തിന്നുന്നത്. അവിടുത്തെ പണമൊക്കെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടാക്കി ആർക്കും ഒരു അവകാശവും ഇല്ല. ഏത് നാട്ടിലാണെങ്കിലും ഒരു അവകാശവും ഇല്ലാതെ ദേവസ്വം ബോർഡുകാരിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ബോർഡ് ഉണ്ടാക്കി. ഈ ബോർഡിലേക്ക് കോടാനുകോടി റുപ്യക വന്നുകൊണ്ടിരിക്കുന്നു. കണക്കൊക്കെ നോക്കിയാൽ ഇപ്പൊ പറയും ഇത് ഞങ്ങളുടേതല്ല, അത് ഞങ്ങൾ എടുക്കുന്നില്ല, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു 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 ഉരുണ്ട് കളിയാണ് എല്ലാ ദേവസ്വം ബോർഡുകാർക്കും. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ക്യൂ നിന്നുകൊണ്ട് ദൈവത്തിനെ കാണാൻ മുന്നിൽ നിൽക്കാൻ 50 രൂപ, അതിന്റെ പുറകിൽ നിൽക്കാൻ 100 രൂപ, അതിന്റെ പുറകിൽ അതിന്റെ മുന്നിൽ പോയി നിൽക്കണമെങ്കിൽ 1000, 500 എന്നൊക്കെ പറഞ്ഞ തരത്തിൽ പൈസ കൊടുത്തിട്ട് വേണം തൊഴാൻ. നമ്മളെ ഹിന്ദു ദൈവത്തിനെ ഹിന്ദുവിന്റെ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടില് നമുക്ക് പോയി തൊഴണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ലൈനിൽ നിന്ന് പണം കൊടുക്കേണ്ട സ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ദേവസ്വം നിയമങ്ങളും കൂടി ഒന്ന് ഇതാക്കി ഭക്തരുടെ കൈകളിലേക്ക് അത് എത്തിക്കണം. പക്ഷെ ഭക്തരുടെ കൈകളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭക്തരെയും കൂടി കൺട്രോൾ ചെയ്യാൻ അവിടെയും രാജ്യത്തിന്റെ ഒരു MP-യോ MLA ഒക്കെ അതിന് മെമ്പറായിട്ടുണ്ടാകണം. അല്ലെങ്കിൽ അവരെയും നമുക്ക് ഹിന്ദുക്കൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരും എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പൊ അവിടെയും ഒരു കൈ ഉണ്ടാകണം. പക്ഷെ ദേവസ്വം എന്ന് പറയുന്ന ഒരു ബോർഡിന് മാത്രമല്ല അധികാരം കൊടുക്കുന്നത്, ഈ വഖഫ് ബോർഡിന്റെ ഈ അധികാരങ്ങൾ എടുത്തു കളയുന്ന മാതിരി അതിന്റെയും എടുത്തു കളയാനുള്ള സമയമായിരിക്കുന്നു. നമ്മളെ വേണുഗോപാലാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്, വഖഫ് ബോർഡിൽ നിങ്ങള് ഹിന്ദു ആയ ഒരാളെ MP ആണെങ്കിൽ അയാളെ നിങ്ങൾ മെമ്പർ ആക്കുമ്പോൾ നിങ്ങൾ അയോധ്യയിന്റെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു മുസ്ലിമിനാക്കുവോ എന്നാണ്. അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഒരു ഇതില് മെമ്പറാക്കി ഒരു ഒരു മുസ്ലിമിനെ നിങ്ങൾ ഇരുത്തുവോ എന്ന് വരെ നമ്മളെ ഹിന്ദു ചോദിക്കുന്നു. എന്തൊരു വിരോധാഭാസമില്ലേ? ശരി, എന്തെങ്കിലും ആകട്ടെ, പല ജാതി ചോദ്യങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള ആൾക്കാരുള്ളതാണ്. അപ്പോൾ പല പല ചോദ്യങ്ങളും നേരിടേണ്ടി വരും, അതിലൊന്നും സംശയമില്ല. എന്ത് തന്നെ ആയാലും നരേന്ദ്രമോദിക്ക് ഒരിക്കൽ കൂടി ഈ വീഡിയോയിലൂടെ ഒരു അഭിനന്ദനങ്ങൾ പറയട്ടെ, ഈ വഖഫ് നിയമത്തിന് ഒരു മാറ്റം വരുത്തത്. അതേ തരത്തില് ദേവസ്വം ബോർഡുകളുടെ അധികാരങ്ങൾ കൂടി എടുത്തു കളഞ്ഞ് ഒരു വിപ്ലവം തന്നെ, പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഏതായാലും അങ്ങനെ സംഭവിക്കട്ടെ. മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്കും ആ ബോർഡിന്റെ മേലെയുണ്ടാകുന്ന അധികാരങ്ങൾ എടുത്ത് മാറ്റപ്പെടുമ്പോൾ അവർക്കും അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റട്ടെ, അതിനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്തേ.